നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ചെയ്തത് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. ചേച്ചി, ഈ മരുന്ന് കഴിക്കും. എനിക്ക് വേണ്ട. ഈ കാര്യത്തിൽ വെറുതെ വാശി പിടിക്കല്ലേ. ഇത് കുഞ്ഞിന് ആവശ്യമുള്ള സപ്ലിമെന്റുകളാ. ഞാൻ എന്തിനാ ഇതൊക്കെ കഴിക്കുന്നത്? കുഞ്ഞിന്റെ അച്ഛന് പോലും ഞങ്ങളെ കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞോ? നീയാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും വരെ കൊല്ലുമെന്ന് നീ പറഞ്ഞില്ലേ? അപ്പോഴാ എന്റെ നിയന്ത്രണം വിട്ടുപോയത്. ഞാൻ ചെയ്തത് തെറ്റാ, അത് ഞാൻ സമ്മതിക്കുന്നു. അതിന് നീ എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോ, മനസ്സൊരുക്കി ശപിച്ചോ. പക്ഷേ വെറുതെ എന്നോടുള്ള വാശി കുഞ്ഞിനോട് കാണിക്കരുത്. കുഞ്ഞിനോട് ഇത്രയും കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ചവിട്ടി കൊല്ലാൻ നോക്കിയ ഒരാളുടെ കൂടെ ഗിരിയേട്ടന് ഒരിക്കലും ജോലി ചെയ്യാൻ സാധിക്കില്ല. എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും ആ ചെകുത്താന്റെ അടിയാളായി വീണ്ടും ഗിരിയേട്ടൻ പോകാൻ തീരുമാനിച്ച നിമിഷം എനിക്കും എന്റെ കുഞ്ഞിനും ഗിരിയേട്ടന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. മഞ്ജു, എനിക്ക് ഗിരിയേട്ടനുമായിട്ട് തർക്കിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഗിരിയേട്ടാ, ചേച്ചി ആകെ സ്ട്രെസ്ഡാ. ഇപ്പൊ സംസാരിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം ഗിരിയേട്ടൻ പോയി ഈ കൈയൊന്ന് ആശുപത്രി കാണിച്ചിട്ട് വാ. ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാം. ഞാൻ ഗിരിയേട്ടനെ ഒഴിവാക്കുകയല്ല. ഇന്ന് നിങ്ങൾ വീണ്ടും ഒരു മുറി കിടന്ന പ്രശ്നങ്ങൾ സംസാരിച്ച് കൂടുതൽ വഷളാവേ ഉള്ളൂ. നമുക്ക് നാളെ വീണ്ടും സംസാരിക്കാം. അപ്പോഴേക്കും ചേച്ചി ഒന്ന് തണുക്കും. ഗിരിയേട്ടനും ചെയ്തതിനെ പറ്റി നന്നായിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇപ്പൊ ഗിരിയേട്ടൻ ചെല്ല്. ചേച്ചി വാ, നമുക്ക് അകത്ത് പോവാം. വാ. തലയ്ക്കാകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. അതാ നിന്നെ കാണാൻ വന്നത്. എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരൻ നീയല്ലേ. നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്, കുറച്ച്. അത് പിന്നെ ആട്ടം കണ്ടറിഞ്ഞൂടെ? എടാ, നീ കല്യാണം കഴിഞ്ഞപ്പോ ഇതൊക്കെ നിർത്തിയതല്ലേ? ഇപ്പൊ അച്ഛനാകാൻ പോകുമ്പോ വീണ്ടും തുടങ്ങിയോ? തെറ്റാണെന്നറിയാം, പക്ഷെ എന്റെ വിഷമം കൊണ്ട് കുടിച്ചു പോയതാ. എന്താ ഇപ്പൊ നിനക്ക് ഇത്ര വലിയ വിഷമം ഉണ്ടായേ? ഞാൻ മഞ്ജുവിനെ അടിച്ചു. എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നിക്കല്ലേ മുകുന്ദ? അമ്മേ,
ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല. ഇപ്പൊ ഇവന് എന്ത് ചെയ്താലും നാളെ ഇവന് ഓർമ്മ പോലും കാണില്ല. നാളെ കെട്ടിറങ്ങുമ്പോഴേ ഒലക്ക കൊണ്ട് അടിക്കണം ഇവനൊക്കെ. എന്നാലേ ഇവനൊക്കെ ഒരു പാഠം പഠിക്കൂ. അത് ശരിയാ. രാവിലെ ആട്ടെ, കാണിച്ചു തരാം ഞാൻ. ഞാൻ വീട്ടിലേക്ക് പോവാ. ദാ, നീ എങ്ങോട്ടും പോകുന്നില്ല. ഏയ്, വിട്. ദാ, ഈ അവസ്ഥയിൽ വണ്ടി ഓടിച്ചിട്ട് വേണം എന്തെങ്കിലും അപകടം വരുത്തി വെക്കാനായിട്ട്. എടാ, നീ ഒരു കൊച്ചിന്റെ അച്ഛനാവാൻ പോവാ. അപ്പോഴാണ് അവന്റെ അഭ്യാസം. ദേ, ഇവിടം വരെ നീ അവസ്ഥയിൽ വണ്ടി ഓടിച്ചേനെ നിനക്കുള്ള ഞാൻ നാളെ തരാം. എന്തിനാ നീ മഞ്ജുവിനെ അടിച്ചേ? ഞാൻ ഗോപാൽജി പറഞ്ഞ അവളെയും കുഞ്ഞിനെയും പറഞ്ഞ കൊല്ലുമെന്ന് അവള് പറഞ്ഞു. അതിന് നീ ഗോപാൽജിയുടെ കൂടെയുള്ള ജോലി നിർത്തിയില്ലേ? ഓഹോ, അപ്പൊ വീണ്ടും നീ അവിടെ പോയി കമ്പനി ആയല്ലേ? അപ്പൊ അവള് നിന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കാ വേണ്ടേ? ദേ, ഞാൻ ഇവനോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. നിനക്കുള്ളതേ നാളെ ഞാൻ തരാം. എത്ര വന്നാലും പഠിക്കില്ലെന്ന് വെച്ചാ. ദാ, എടാ, എടാ എടാ നിനക്ക് എന്താ പറ്റിയേ? ഒരു പെണ്ണിനെ അടിക്കില്ലെന്ന് നീ അച്ഛന് വാക്ക് കൊടുത്തതല്ലേ? എന്നിട്ട് ഇപ്പൊ സ്വന്തം ഭാര്യയെ, അതും പ്രഗ്നന്റ് ആയ അവസ്ഥയില്. എടാ, നിനക്ക് എങ്ങനെ തല മനസ്സ് വന്നടാ? നീ അവിടെ ഇരുന്നേ, ഇരിക്കേ, പതുക്കെ. ചേച്ചി കഴിക്കേ. എനിക്ക് വിശപ്പില്ല മോളെ. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വാശി കാണിക്കേണ്ടത് ഗിരിയേട്ടനോടാ, അല്ലാതെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനോടല്ല. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവില്ല. ഗിരിയേട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്നോടുള്ള ദേഷ്യത്തിന് ഇറങ്ങിപ്പോയതാ. എന്ത് ചെയ്യാണെന്ന് ആർക്കറിയാം? ഇത്രയും കാര്യത്തിലുള്ള ആള് പിന്നെ എന്തിനാ ഗിരിയേട്ടനോട് ദേഷ്യപ്പെടാൻ പോയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛനെ കൊന്ന ഗോപാലിന്റെ കൂടെ എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് കൈയും കെട്ടി ഞാൻ നോക്കി നിൽക്കണോ? അയാള് ഗിരിയേട്ടന്റെ മുന്നിൽ വെച്ചാ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്. എന്നിട്ടും അയാൾക്ക് വേണ്ടി ഗിരിയേട്ടൻ വീണ്ടും ജോലി ചെയ്യാൻ പോകുമ്പോ ഞാൻ പ്രതികരിക്കാതെ നിൽക്കണോ? ആദ്യമേ ചേച്ചിക്ക് ഗിരിയേട്ടനോട് സ്നേഹമാണോ ദേഷ്യമാണോ എന്ന് തീരുമാനിക്കേ. എനിക്ക് ഗിരിയേട്ടനോട് സ്നേഹമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഗിരിയേട്ടനത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ വഴക്ക് കൂടിയാലെങ്കിലും ഗിരിയേട്ടൻ മാറൂന്ന് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഗിരിയേട്ടൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഷയുടെ കാര്യത്തിലെ ഗിരിയേട്ടനൊട്ടും പുറകിലല്ലല്ലോ.